കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം ആതിരയെ വകവരുത്തിയത് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. വിഷം ഉള്ളിൽ ചെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ജോൺസൺ നിരീക്ഷണത്തിൽ തുടരുന്നു. പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൃത്യം നടന്ന ചൊവ്വാഴ്ച രാവിലെ 6:30-ഓടെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയ പ്രതി ആതിരയുടെ വീടിന് സമീപത്തായി ചുറ്റിക്കറങ്ങി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടിലേക്ക്. ആതിരയുടെ അറിവോടെ വീട്ടിൽ കയറിയ ശേഷം കണ്ണുവെട്ടിച്ച് മുറിയിലെ മെത്തയ്ക്ക് അടിയിൽ കത്തി ഒളിപ്പിച്ചു. ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തിയിറക്കി. ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ നിലവിളിക്കാനോ പ്രതികരിക്കാനോ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. മരണം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട തന്റെ ഷർട്ട് ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. പോലീസിന്റെ നേരത്തെയുള്ള വിലയിരുത്തൽ പോലെ സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രതി ട്രെയിനിൽ കയറി നാടുവിട്ടു. 2 ദിവസം പലയിടങ്ങളിലായി കറങ്ങി. ചിങ്ങവനത്തുള്ള തന്നെ തിരിച്ചറിഞ്ഞു എന്നായതോടെ വസ്ത്രങ്ങളും എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി കഴിഞ്ഞ ദിവസം പിടിയിലായത്. ആതിര തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയതിനാൽ വകവരുത്തി എന്നായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ജോൺസൺ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.